കണ്ണൂർ കൊട്ടിയൂരിൽ സിനിമാ താരം ജയസൂര്യയ്ക്ക് ഒപ്പമെത്തിയവർ ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തു. കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയ ജയസൂര്യയുടെ ചിത്രങ്ങൾ പകർത്തുമ്പോഴായിരുന്നു മർദ്ദനം. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ ചിത്രങ്ങൾ എടുക്കുന്നതിൽ എന്ത് പ്രകോപനമാണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ ഫോട്ടോഗ്രാഫറെ ഈ ജയസൂര്യയുമായി ബന്ധപ്പെട്ടവർ മർദ്ദിച്ചത്? ഷമി, ഈ മർദ്ദനമേറ്റ സജീവ് നായർ അവിടെയുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകനും ഒപ്പം തന്നെ കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഈ ജയസൂര്യയും ഒപ്പമുള്ളവരും ഇന്ന് രാവിലെയാണ് കൊട്ടിയൂരിൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിയത്. അവിടെ വെച്ച് ജയസൂര്യയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കൂടെയുണ്ടായവർ മർദ്ദിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ദേവസ്വത്തിന്റെ ഫോട്ടോഗ്രാഫറാണ് എന്ന് അറിയിച്ചിട്ടും മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഇവരുടെ ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ സജീവ് നായർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു കൊട്ടിയൂരിൽ ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഷമി, സന്തോഷ്, ആയിരക്കണക്കിന് മനുഷ്യരെത്തുന്ന ഒരു സ്ഥലമാണ്, ഒരു പൊതു ഇടമാണ്. ആ വിഷ്വൽ കാണിക്കാം. പറഞ്ഞു ഞാൻ നിങ്ങളെ വോട്ടല്ല അമ്പലത്തിലെ വോട്ട് കൊണ്ടുപോയപ്പോ പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നില്ലേ? ഹലോ, നമ്മളെ ഒമാർസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ സർക്കിളിൽ കാണുന്നു. ഒറ്റ സെക്കൻഡ്, ഒരു സൈഡ് കൊടുത്തോ, ഒരു സൈഡ് കൊടുത്തോ, ആ ഭാഗം ക്ലിയർ ആയില്ലേ? പിന്നെന്താ നിങ്ങൾ എന്താ ഫോട്ടോ എടുക്കണ്ട? നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട? നിന്നോട് തവണ പറഞ്ഞു ഞാൻ നിങ്ങളെ വോട്ടല്ല അമ്പലത്തിലെ വോട്ട് കൊണ്ടുപോയപ്പോ പിന്നെ ഇവിടെ ആൾക്കാർ വരുന്നില്ലേ? സന്തോഷ് തുടരുകയാണ്. സന്തോഷ്, കുറച്ച് ആത്മീയതയും ശാന്തിയും ഒക്കെ തേടിയാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോഴും ഈ കയ്യൂക്കിന്റെ ഭാഷയാണല്ലോ ഈ മനുഷ്യർ കാണിക്കുന്നത്. സന്തോഷ്, ഷമി, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു 10,000-കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. നിരവധി സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ പല മേഖലയിലുള്ള ആളുകളും എത്തുന്നുണ്ട്. അവിടെയുള്ള നിരവധി മാധ്യമ പ്രവർത്തകരുമുണ്ട്. അതുകൂടാതെ തന്നെ പലരും മൊബൈൽ ഫോണിലും മറ്റും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഈ ഫോട്ടോയും ദൃശ്യങ്ങളും എടുക്കുക എന്നെല്ലാം ഉള്ളത് സ്വാഭാവികമാണ്. അവിടെയാണ് ഈ ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു ഗുണ്ടായിസം കാണിച്ച് ഈ ഫോട്ടോഗ്രാഫറെ, മാധ്യമ പ്രവർത്തകൻ കൂടിയായ ഫോട്ടോഗ്രാഫറെ മർദ്ദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായിട്ടില്ല. ഫോട്ടോ എടുക്കരുത് എന്ന് പറയുന്നതായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പൊതുസ്ഥലത്ത് വെച്ച് എങ്ങനെയാണ് ഈ പ്രത്യേകിച്ചും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഫോട്ടോഗ്രാഫർ ആണ് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാം, ദേവസ്വത്തിന്റെ ഫോട്ടോഗ്രാഫർ ആണ് എന്നുള്ളത്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ മർദ്ദനം എന്തിനായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല മർദ്ദിച്ചവരുടെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇക്കാര്യം പരിശോധിച്ച് വരികയാണ്. ഷമി, സന്തോഷ്, ഈ ഒരു പൊതു ഇടത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമാണ് കണ്ടു നിൽക്കുന്ന സാധാരണക്കാരും ഒപ്പം അവിടെയുള്ള ആൾക്കാരും. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ ആണെങ്കിൽ വീഡിയോഗ്രാഫർ, അവർ ആ ചിത്രങ്ങൾ പകർത്തുക എന്നത് സ്വാഭാവികമാണ്. അത് പകർത്തി അവർ പോയിക്കോട്ടെ എന്ന് കരുതുകയല്ലേ ഒരു ഉന്നതനായ ഒരു വ്യക്തി ചെയ്യേണ്ടത്? പകരം ആ മനുഷ്യനെ കയ്യേറ്റം ചെയ്ത് ആശുപത്രിയിലാക്കുന്ന ഒരു സമീപനം, അതും ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ച്. സന്തോഷ്, തീർച്ചയായും അത് തന്നെയാണ് ഷമി. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എത്രയധികം ആളുകളാണ് ആ ഒരൊറ്റ ഫ്രെയിമിലുള്ളത്. അത്രയും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല അവിടെ പല പ്രമുഖരും, പല സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ പല മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. അവിടെ സ്വാഭാവികമായും ജയസൂര്യയെ പോലെയുള്ള ഒരു സിനിമാ താരം ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത് സ്വാഭാവിക
സ്വാഭാവികമാണ്. സാധാരണക്കാർ പോലും ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഫോട്ടോഗ്രാഫർ, മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഫോട്ടോഗ്രാഫർ അത് പകർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദേവസ്വത്തിന്റെ ഫോട്ടോഗ്രാഫറാണെന്നും മാധ്യമ പ്രവർത്തകനാണെന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ സംഘം, ഈ ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന സുരക്ഷ ഒരുക്കാൻ എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ഈ സംഘം ഈ ഒരു ഫോട്ടോഗ്രാഫർ, മാധ്യമ പ്രവർത്തകനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്വകാര്യ പരിപാടിയിൽ കടന്നു കയറി ചെന്ന് ഫോട്ടോ പകർത്താൻ ശ്രമിച്ചതല്ല. അവിടെയുള്ള ഒരു പൊതു സ്ഥലമാണത്. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് അത്രയും അധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അവിടെ വെച്ച ഒരു ചിത്രം എടുക്കുന്ന സമയത്താണ് ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, അതിലെ സംഭാഷണങ്ങൾ കൂടി വ്യക്തമാണ്. ഫോട്ടോ എടുക്കരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പിന്നാലെ അവിടെ മർദ്ദനം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഷമി, തീർച്ചയായും ഈ കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരോട്, പൊതുസമൂഹത്തോട് പൊതുവിടങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നുകൂടി ഈ സെലിബ്രിറ്റികളൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമായി എന്ന് വേണം കരുതാൻ. ജയസൂര്യയോടൊപ്പം എത്തിയ ആൾക്കാർ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറെ കായികമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിലാണ്. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.